അടി 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 അങ്ങനെ തന്നെ അടിക്കടാ. നോക്കി ഉറക്കെ അടിക്കുക. 100 അടി അടിച്ചേ. ഇനി ഞാൻ അടിക്കാം. റെഡി? കരച്ചിൽ കണ്ടില്ലേ? സന്തോഷ് പണ്ടിട്ട് കരയും പോലുണ്ട്. എടാ, ചലഞ്ച് ചെയ്യുമ്പോ നീ ഒന്നും ആലോചിക്കാറില്ലേ? പെണ്ണിനെ പൊക്കുമ്പോ നീയും ആലോചിക്കാറില്ലേ? വാറണ്ടുണ്ടോ? ജീപ്പ് എടുക്ക്. വാ വാ വാ, ഇറങ്ങടാ, നടക്കടാ അങ്ങോട്ട്. ഭാസ്കരോ, പറയണ്ണ. തൊഴിലൊരുപാട് മാറിപ്പോയല്ലേ? തിരിഞ്ഞു കടിക്കാൻ തുടങ്ങിയടാ. അങ്ങനെ പറഞ്ഞേ? വേറെ എന്ത് പറയാനാ, എല്ലാം വിധി. പണ്ടൊക്കെ നമ്മൾ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ വേറെ വല്ലവരും വിളിച്ച് തല്ലുമായിരുന്നു. ഇപ്പൊ വേറെ ആരോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ട് നമ്മളെ പിടിച്ച് തല്ലുകയാണല്ലോ ഇവര്. ഇതുവരെ ഞാൻ കിഡ്നാപ്പ് ചെയ്തതിനേക്കാൾ കൂടുതൽ ഇവന്മാർ തന്നെ എന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, എന്താ കേസ്? AC മോളെ പൊക്കി. AC മോളെ പൊക്കിയെന്നോ? യുവന്മാർക്ക് ലോകത്ത് വേറെ ഒരു പെണ്ണിനെ കിട്ടിയില്ലേ? ഏത് ദരിദ്രവാസിയാണ് AC മോളെ പൊക്കിയത്? അയ്യോ, കാലിന്റെ പണി തീർത്ത് തേണ്ടി. സർ, സിറ്റിയിലുള്ള എല്ലാ കിഡ്നാപ്പേഴ്സിനെയും പിടിച്ചു സർ. തീർച്ചയായും ഇവരല്ലാതെ വേറെ ആരും തന്നെ ആ പെൺകുട്ടിയെ കടത്തിയിട്ടുണ്ടാവില്ല. പോലീസുകാരന്റെ വീട്ടിൽ കയറി കൈവച്ച ഉമാർക്കാർക്കും ഇനി കൈയുണ്ടാവാൻ പാടില്ല. കഴിക്കാനാ പറഞ്ഞത്. അവള് കരഞ്ഞോണ്ടിരിക്കുക. കണ്ടിട്ട് എനിക്ക് വല്ലാതെ പാവം തോന്നുന്നു. പാവം തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ പെണ്ണിനെ കൊണ്ട് വീട്ടിൽ വിട്ടേക്ക്, ഞാൻ പോവാ. അതല്ല, അങ്ങനെയല്ല, കണ്ടിട്ട് എനിക്ക് പാവം തോന്നി, പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിലെ കുട്ടിയെ കാണാതെ പോയിട്ട് രാത്രി മുഴുവൻ ഞാൻ പണിയെടുക്കല്ലേ? എന്നെ കണ്ടിട്ട് പാവം തോന്നിയില്ലേ? അവള് രാവിലെ മുതലൊന്നും വിശക്കുമ്പോൾ അവള് തന്നെ കഴിച്ചോളും. നിങ്ങൾക്ക് പാവം തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളെന്താ ഇവിടെ ടൂർ വന്നിരിക്കുകയാണ് സന്തോഷിക്കാനായിട്ട്? ഒന്ന് പോകുന്നുണ്ടോ? എന്ത് പറഞ്ഞാലും വഴക്കും അറിയല്ലേ, ഞാൻ പോട്ടെ. എന്തിനാ വിളിക്കുന്നേ? ഒരു കാര്യം പറയാം, മാസ്ക് എടുത്ത് മോശം. ഒരു മിനിറ്റ്, പെണ്ണിനെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. ഇത് തന്നെയല്ല സാറേ ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞേ, പ്രൊഫഷണൽ കിഡ്നാപ്പേഴ്സ് ഇങ്ങനെ ചെയ്യാറില്ല സാർ. ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുവോ? പ്രീതി, പെട്ടെന്ന് ബോധം പോയതുപോലെ കിടന്നേ. എല്ലാരും വണ്ടി ഞാൻ പറയുന്നത് വരെ വണ്ടി നേരം പുറത്തിറങ്ങരുത്. സർ, പ്രീതി ബോധം കെട്ട് വീണിരിക്കുക. ഞങ്ങൾ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലോട്ട് പോകും. ഇറങ്ങാൻ പറയുമ്പോഴത്തേക്ക് ആശുപത്രി അത്യാവശ്യമായിട്ട് പോകണം തോന്നുന്നു. നമുക്ക് വേറെ വണ്ടി പോവാം. ചേച്ചി ഇറങ്ങുന്നോ അതോ ഓട്ടോ മറിച്ചിടുന്നോ? ശശി, പെട്ടെന്ന് അങ്ങോട്ട് ഇറക്കടാ. എന്തിനാ ചോദിച്ചോണ്ടിരിക്കുന്നത്? അവള് ബോധം കെട്ട് വീണു, അർജന്റായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എന്താ ബോധം കെട്ട് പോയിന്നാ? അവരെ വേഗം എടുത്ത് പുറത്തിട്. എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അവരെ പൊക്കെടുത്ത്. സാർ, അവര് ബോധം കെട്ട് കിടക്കണം സാർ. എന്തോന്ന് ബോധം കെട്ടുന്നു? ഇറക്കണ അങ്ങോട്ട്. ഓട്ടോക്കകത്ത് ലോറിയും കയറ്റി കൊണ്ട് പോകണല്ലേ? അവനെ കയറ്റി. സാർ വേണ്ട സാർ. സംസാരിച്ചോണ്ടിരിക്കുമ്പോ പുറത്ത് കൈ വെക്കുന്നോ? നോക്കിക്കൊണ്ടിരിക്കുന്നത് പിടിച്ച് കേരട അവനെ. എന്താടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എടാ സോമ, നിന്നോട് വായ വത്താനാ പറഞ്ഞത്. നീ എവിടെയാ കൈ വെക്കുന്നത്? തൊഴിലിനോട് കൂറ് വേണം. ഇങ്ങനെയൊക്കെ ചെയ്താലേ ജോസ് പ്രകാശായി പോകും നീ. എടാ ശശി, എന്താടാ അത്? ഇതൊന്നും നോക്കാതാണോടാ നീ കത്തി കൊണ്ടുവെക്കുന്നേ? അവൻ ദേഷ്യപ്പെട്ടെടുത്ത് പൊട്ടിച്ചിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യായിരുന്നടാ? സാറേ, നിങ്ങളെന്തോ അത്യാവശ്യ കാര്യത്തിന് പോവുകയാണെന്ന് തോന്നുന്നു. സാറ് വെക്കുക. മാഡത്തിന് എടുത്ത പോലെ തന്നെ എടുത്ത് അകത്ത് വെക്കുക. അതിന്റെ ആവശ്യം ഒന്നുമില്ല അണ്ണാ, ഞാൻ തന്നെ പോയി കിടന്നോളാം. എല്ലാം പ്ലാനിങ് അല്ല സാറേ, എന്തോ വലുതായിട്ട് ചെയ്യുകയാണല്ലേ. അവൻ്റെ നിലവിളി കൂടുന്നുണ്ട് സാറേ. ഞങ്ങൾ ആ സൈഡിലെങ്ങാനും ഇരുന്നോളാം. പോകുന്ന വഴിക്ക് ഞങ്ങൾ അവിടെ എങ്ങാനും ഇറക്കി വിടുമോ? അവനിപ്പം നിലവിളിക്കാൻ പാടില്ല, അത്രയേ ഉള്ളൂ. അതെ സാറേ.
ഹലോ ഒന്ന് മാറി. ഹലോ, താനവൻ്റെ പണി കഴിച്ചിട്ട് പോവുകയാണെന്ന് തോന്നുന്നല്ലോ. അവനെ 1 മണിക്കൂറിൽ എനിക്ക് ഹാജരാക്കേണ്ടതാ. 1 മണിക്കൂറിൽ നടക്കില്ല. അവൻ എഴുന്നേക്കാൻ 2 മണിക്കൂറാവും. അങ്ങനെ എഴുന്നേറ്റില്ലെങ്കിൽ 9445471051 വിളിക്കുക. എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. ശശി, നീ നോട്ട് ചെയ്തായിരുന്നോ? നിങ്ങൾ ചെയ്തില്ലേ? നോട്ട് ചെയ്യണം അങ്ങോട്ട്. ഡാ, എന്താ? വായിക്കാനറിയോ? അറിയാം. മുടി ഒഴിയാതിരിക്കാൻ മരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. അതിന് മോന്ത ഇങ്ങനെ വെച്ചിരിക്കുന്ന എന്തിനാ? ആര്? ഞാനോ? ഒരു സ്ഥലമല്ലേ ഇടിക്കാൻ പാടില്ല. നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? എന്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം അവന്മാര് തീർത്തു. കമലക്കണ്ണൻ, കാമേഷ്, പ്രതാപ്, നിങ്ങൾ 3 പേരും മാത്രം ഇങ്ങോട്ട് വന്ന് നിൽക്കുക. എന്തിനാണ് സാറേ പറയണേ സാർ? നിങ്ങൾ 3 പേരോട് AC മാപ്പ് ചോദിക്കണമെന്ന് പറഞ്ഞു. അയാൾ മാപ്പൊന്നും ചോദിക്കണ്ട, ഞാൻ അയാളോട് ക്ഷമിച്ചെന്ന് പറഞ്ഞേക്ക്. ഡോ, AC മാപ്പ് ചോദിക്കുമ്പോൾ അത് കേട്ടിട്ടേ പോകാൻ പറ്റൂ. അത് കേൾക്കാതെ പോയാലേ വീണ്ടും കൊണ്ടുവന്ന് നിന്നെയൊക്കെ പഞ്ഞിക്കിടും. അതിന്റെ ആവശ്യമുണ്ടോ? അകത്തേക്ക് വാടോ. അല്ല, ആ ഗണ്ണിന് ലൈസൻസ് ഒക്കെ ഉണ്ടോ? ലൈസൻസോ? ലൈസൻസ് ഇല്ലെങ്കിൽ അത് ഇല്ലീഗൽ അല്ലേ? ഇന്നലെ കമ്മീഷണറുടെ മോളെ തട്ടിക്കൊണ്ട് പോയില്ലേ, അത് ലീഗലാണോ? ചിന്നുവിനെ കിട്ടുന്നത് വരെ നമ്മൾ ചെയ്യാൻ പോകുന്നതെല്ലാം ഇല്ലീഗൽ തന്നെയാണ്. 10th എത്രയും മാർക്ക്? മനസ്സിലായി. ഒന്നും ചോദിക്കരുത്, അതല്ലേ? ഇവരെന്താ പറഞ്ഞുവിടാത്തെ? സാർ സോറി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് പോയേക്കാം. ഇവന്മാരെ അഹങ്കാരം കണ്ടോ സാറേ? നിങ്ങൾ 3 പേരും വന്ന് ഇവന്മാരുടെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചാലേ സ്റ്റേഷൻ വിട്ട് പോകുള്ളൂ പ്രശ്നം ഉണ്ടാക്കും അവന്മാര്. അതിലും ഇവനാ പ്രശ്നം ഉണ്ടാക്കുന്നത്. AC എവിടെ എന്ന് ചോദിച്ചു. ഞാൻ സോറി ചോദിക്കണോ? എന്റെ അമ്മോ, ഇതൊന്നൊന്നര തല്ലായി പോയി. സാർ ഹോസ്പിറ്റലിലേക്കില്ലേ? കേറിക്കോ, ഈ വണ്ടി പോവാ. ഞാൻ തന്നോട് വല്ലതും ചോദിച്ചു? അല്ല, നല്ല തല്ലു വാങ്ങിയിട്ടുണ്ടല്ലോ. പ്രതാപ്, കമലക്കണ്ണൻ, കാമേഷ്, ഈ തണ്ടി എന്തിനാ വീണ്ടും വിളിക്കുന്നേ? ഒന്നിങ്ങ് വന്നേ. IG മാപ്പ് ചോദിക്കാൻ വേണ്ടി വിളിക്കുക. വണ്ടി കയറി ഒന്ന് നീങ്ങിരിക്കും. അയ്യോ, സാർ ജ്യൂസ് കുടിക്കണം സാർ. ആരടാ നീ? ഞാനാ സാർ, നവനീത്. നവനി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയാണോ? അല്ല സാർ, മോളുടെ അച്ഛനാ. കുടിക്കണം സാർ. അയ്യോ, ഈ പെൺകുട്ടിയുടെ പേര് പ്രിയങ്ക. കഴിഞ്ഞ ബുധനാഴ്ച സെന്റ് ഫ്രാൻസിസ് സേവിയർ സ്കൂളിൽ നിന്നും ഉച്ചയ്ക്ക് 12 മണിക്ക് സ്കൂൾ വിട്ട് വെളിയിൽ വന്നപ്പോൾ ആരോ അവളെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. അയ്യോ എൻ്റെ അമ്മേ, അവന്മാർ ഗുണം പിടിക്കില്ല. സിറ്റിയിലുള്ള കിഡ്നാപ്പേഴ്സിൻ്റെ സെല്ലെല്ലാം ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾ 3 പേരുടെയും സെൽഫോൺ സിഗ്നലായിരുന്നു ഇവളുടെ സ്കൂളിനടുത്തുണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ 3 പേരിൽ ആരോ ആണ് ഇവളെ കിഡ്നാപ്പ് ചെയ്തത്. അയ്യോ, നിങ്ങളിൽ ആരാണതെന്ന് സത്യം പറഞ്ഞാൽ നിങ്ങളിൽ നിന്നെടുത്ത ഈ കിഡ്നി ഞാൻ വീണ്ടും ഭദ്രമായി അകത്തു വയ്ക്കാം. മനസ്സിലായില്ല. നിങ്ങളിൽ നിന്നെടുത്ത ഈ കിഡ്നി ഞാൻ വീണ്ടും അകത്ത് വെച്ച് തുന്നിത്തരാമെന്നാണ് പറയുന്നത്. എന്താ പറഞ്ഞേ? കിഡ്നി എടുത്തെന്നോ? എന്തെടുത്തെന്ന്? കിഡ്നി എടുത്തെന്ന്. കിഡ്നി അല്ലേ എടുത്തുള്ളൂ, മൊബൈലും പൈസൊന്നും എടുത്തില്ലല്ലോ.
എടാ പരമനാറി, നിനക്ക് കിഡ്നി എന്താണെന്ന് അറിയില്ലേടാ? അതെന്തായാലും 2 ഉണ്ടല്ലോ. ഒന്നല്ലേ അവ എടുത്തുള്ളൂ, വേറെ ഒരെണ്ണം കൂടെ ഇല്ലേ? അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ? എടാ, നമ്മൾ അടിച്ചു കയറ്റുന്നതിന് 4 കിഡ്നി ഉണ്ടെങ്കിൽ പോലും പോരാ. 1 കിഡ്നി വെച്ച് ഒന്നിന് പോലും പോകാൻ പറ്റില്ല. എടാ, നീ എന്താ കളിയാക്കുക? ഞാനങ്ങോട്ട് എഡിറ്റ് വന്ന. ഇങ്ങനെ പെട്ടെന്ന് ഇമോഷൻ ആവാനൊന്നും പാടില്ല. അകത്തിട്ടിരിക്കുന്ന സ്റ്റിച്ച് ടപ്പ് ടപ്പെന്ന് പൊട്ടും. അയ്യോ, ഒരെണ്ണം പൊട്ടിയല്ലേ, ആ ഇനി 2 എണ്ണം കൂടെ പൊട്ടിയാൽ താൻ തീരും. ഒരു പുല്ലും എനിക്ക് മനസ്സിലാവുന്നില്ല. 3 ദിവസം കൊണ്ട് ചെയ്യാത്ത കുറ്റത്തിന് ഞങ്ങളെ പഞ്ഞിക്കിട്ടോണ്ടിരിക്കുക. കിഡ്നി എടുത്ത് അച്ചാറ് ഭരണിയിലിട്ട് ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യല്ലേ? നിങ്ങൾ പേടിക്കണ്ട, എനിക്കൊരു ഒറ്റ ഉത്തരം മതി. നിങ്ങളിൽ ആരാണ് ആ പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്തത്? അത് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കിഡ്നി ഞാൻ അകത്ത് വെച്ച് വീണ്ടും തുന്നി തന്നേക്കാം. അകത്ത് വെച്ച് തുന്നി വന്നോ? സാറേ, ഞാൻ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കുട്ടികളില്ലാത്ത പണക്കാർക്ക് വിൽക്കുക മാത്രമാണ് സാർ ഞാൻ ചെയ്യുന്നത്. സാറേ, ഞാൻ കാരണം ഒരുപാട് കുട്ടികൾ കോടീശ്വരന്മാരാണ് സാറേ. സാറേ, ഇതൊരു സേവനമായിട്ട് ചെയ്യുക. നീ ഒരു കായംകുളം കൊച്ചുണ്ണിയാ, എൻ്റെ വാ തുറപ്പിക്കരുത്. നീ ഇത് പുറത്ത് പറഞ്ഞാൽ നാട്ടുകാർ ഇതിനെ വെട്ടി കീറും. എടേ, ഇവന്മാർ 2 പേരും ആരാന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ആ കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്തിട്ടില്ല. നീ ചെയ്തില്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ നോക്ക്. അതെങ്ങനെ? അന്ന് ആ സമയത്ത് നീ അവിടെ എന്ത് ചെയ്യായിരുന്നു? എൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടി വീട്ടിൽ പോയിരുന്നു. നിന്റെ ഭാര്യയുടെ നമ്പർ പറഞ്ഞേ. ഞാൻ നിന്റെ ഭർത്താവ് പ്രതാപാടി. മനസ്സിലായടാ പന്നി, പറ. ബുധനാഴ്ച ഉച്ചയ്ക്ക് ഞാൻ നിന്നെ എവിടെയാ വന്ന് കണ്ടത്? ഞാൻ എവിടെയുള്ള അവിടെയല്ലേ വന്ന് കണ്ടത്? അത് തന്നെ അടി ചോദിക്കുന്നേ. ഞാൻ എവിടെയാണെന്ന് അറിയാതാണോ നീ വന്ന് എന്നെ കണ്ടത്? നിന്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം ഒരു കിഡ്നി ഇല്ലാതെ ജീവിക്കുന്നതാ. നീ എവിടെയായിരുന്നു? ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് വെള്ളം അടിക്കായിരുന്നു. എന്റെ ഫ്രണ്ടിന്റെ നമ്പർ പറയും. 9031. ഇപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾ 3 പേരിൽ ആരാണ് കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ കിഡ്നി അകത്ത് വെച്ച് ഞാൻ പറഞ്ഞു വിട്ടേക്കാം. അല്ലെങ്കിൽ മറ്റേ കിഡ്നി കൂടി ഞാൻ അങ്ങ് എടുക്കും. എന്താ, മനസ്സിലായോ? സാറേ, ഞാനാ സാറേ കൊണ്ടുപോയേ. എന്നോട് ക്ഷമിക്കണം സാർ. എന്റെ കാരണം എൻ്റെ ഒരു കിഡ്നിയും പോയി. ഇപ്പൊ ആ കുട്ടി എന്റെ കൈവശമില്ല. അവളെ ഞാൻ വേറൊരാൾക്ക് കൊടുത്തു സാർ. അറിയില്ല സാർ. കുഞ്ഞിനെ കിട്ടിയാൽ ഞങ്ങൾ ഫോൺ ചെയ്ത് പറയും സാർ. അവർ കൊണ്ടുവരേണ്ട സ്ഥലം പറയും. അവർ കാശ് തന്നിട്ട് കുട്ടിയെ കൊണ്ടുപോകും സാർ. അപ്പൊ കാശ് തിരിച്ചു കൊടുത്തേക്കാം. കുട്ടിയെ തിരികെ തരുമെന്ന് ചോദിക്കും. അങ്ങനൊന്നും തരില്ല സാർ. ഇനി അവരോട് സംസാരിക്കാനും പറ്റില്ല സാർ. എടാ മോനെ, ഇവനോട് എന്തിനാ ചോദിച്ചോണ്ടിരിക്കുന്നേ? ഗണ്ണ് തലയിൽ വെച്ച് പെണ്ണിനെ കിട്ടില്ലെങ്കിൽ തട്ടിക്കളയെന്ന് പറഞ്ഞു നോക്ക്. അപ്പൊ ഇവന്മാർ പെണ്ണിനെ ഉടനെ കൊണ്ടുവരും. എടാ, അങ്ങനെ അവന്മാരോട് പറഞ്ഞ എന്നാ പിന്നെ വെടിവെക്കെന്നും പറഞ്ഞ് ഫോൺ വെക്കും. ഒന്ന് പോടാ. ഡോക്ടറെ, അവന്മാർക്ക് ഇപ്പം തന്നെ ഫോൺ ചെയ്ത് വേറൊരു പെണ്ണുണ്ട് വന്ന് വാങ്ങിച്ചൊന്ന് പറഞ്ഞു നോക്ക്. അവന്മാർ ഉടനെ വരും. ഹലോ. ആ ബ്രദർ, ഒരു പെൺകുട്ടിയുണ്ട്. ഒരു 10-11 വയസ്സ് കാണും. എന്താ, കൊണ്ടുവരട്ടെ? താൻ മെനിഞ്ഞാന്നല്ലേ ഒരെണ്ണം തന്നത്, വീണ്ടും മറ്റൊരു പെൺകൊച്ചോ? നീ പോകുന്ന പോക്ക് കാണുമ്പോൾ ഇവിടെ മറ്റൊരു കൊച്ചും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. നീ ഒരു സംഭവം തന്നെയാ. ഇനി നിന്റെ പേര് വെറും കണ്ണൻ എന്നല്ല, കടത്തൽ കണ്ണൻ. ശരി, നാളെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വാ. ആ ശരി. ഇപ്പം മനസ്സിലായല്ലോ, ഈ ഇൻഡസ്ട്രിയിൽ എനിക്ക് 15 വർഷത്തെ എക്സ്പീരിയൻസാ. എൻ്റെ കിഡ്നി തന്നേക്ക്, ഞാനങ്ങ് പോയേക്കാം. നടക്കില്ല ബ്രോ. ഈ വിഷയത്തിൽ നിങ്ങൾക്കാണ് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടിയെ കിട്ടുന്നതുവരെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ കിഡ്നി ഇദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടാവും. ഈ വട്ടൻ്റെ അടുത്തോ? എടാ, നീ എന്താ ആളെ കളിയാക്കുക? ഐഡിയ തന്ന കിഡ്നി തിരിച്ചിരാന്നല്ലേ നീ ആദ്യം പറഞ്ഞത്? കിഡ്നി നീ വെച്ചോളൂ, ഐഡിയ നീ വെച്ചോളൂ അല്ലേ? അവന്റെ ഒരു ഊത്ത ഐഡിയ. ഒന്നിനും കൊള്ളത്ത തെണ്ടി. ഇങ്ങനെ ഷക്കീലെ പോലെ ശബ്ദം ഉണ്ടാക്കിയുണ്ടല്ലോ, നിന്റെ കിഡ്നി എടുത്ത് കക്കൂസിട്ട് വെള്ളം ഒഴിക്കും. കക്കൂസിലിട്ട് വെള്ളം ഒഴിക്കുവോ? നീ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. അതുപോട്ടെ, ഇനി ഒരു പെണ്ണുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഉണ്ടോന്ന്? ഇല്ലല്ലോ. ഉണ്ട്. ആ